2 ദിവസം കൊണ്ടാണ് ബറോസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു തീർത്തത്. എന്തൊരു അപരാധ പടം. ഞാൻ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ബറോസ്. വളരെ വിഷമമുണ്ട്. ലാലേട്ടനെ പോലുള്ള വലിയൊരു സിനിമയിൽ തന്നെ ഒരുപാട് കാലം അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു ആൾ പടച്ചു വിട്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്രയും അപരാധം പിടിച്ചൊരു പടമായിപ്പോയല്ലോ എന്ന്. തീർച്ചയായിട്ടും ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്കും അഡൾട്ട്സിനും കൂടെ പറ്റുന്ന, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളായിരിക്കണം ഇറക്കേണ്ടത്. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സിനിമയാണ് ഫ്ലോ എന്ന് പറഞ്ഞൊരു സിനിമ. ഒരു പൂച്ച, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ കരയാതിരിക്കാനൊക്കെ വെച്ച് കൊടുക്കുന്ന പൂപ്പി പോലെയുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള കുറേ പാട്ടൊക്കെ വരുന്ന ആൽബംസൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കൊച്ചു ടി വിയിലൊക്കെ വരുന്ന സ്റ്റൈലിലുള്ള അനിമേഷൻസ്. അതായത് ഘോരമായിട്ടുള്ള ഇതൊന്നുമില്ല, നമ്മളെ വാളി പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 3D മോഡലുള്ള ഒരു ഭയങ്കര, ഈ ലയൺ കിങ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലയൺ കിങ്ങിൻ്റെ ആ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു സിംഹത്തിനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെയർസ് പോലും ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്ത് ഇങ്ങനെ പാറും, കാറ്റടിക്കുന്ന സമയത്ത് ആ കണ്ണിങ്ങനെ ചിമ്മും ആ ലയൺ. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് പോലും ഇല്ലാതെ ഒരു നോർമൽ ലെവലിൽ എല്ലാവർക്കും കണ്ടിരിക്കാം. ഇതിൻ്റെ അനിമേഷൻ്റെ ക്വാളിറ്റിയോ അതൊന്നുമല്ല. അതിലൊരു പൂച്ചയുണ്ട്, ഒരു ബ്ലാക്ക് പൂച്ച. ആ പൂച്ച എത്തിപ്പെടുന്ന സ്ഥലം, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ ഘട്ടങ്ങളാണ് ഈ സിനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അനിമേഷൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ സൈഡിൽ അത്രയും ടോപ്പ് നോച്ച് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു പോക്കുണ്ട്, അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ സിനിമയുടെ പേരും ആ ഒരു ഫ്ലോ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. ആ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറാണെങ്കിലും ഇപ്പോൾ ഒരു 5 മണിക്കൂറാണ് ആ പടമെങ്കിലും നമ്മൾ ഇരുന്നങ്ങ് കണ്ടുപോകും. ഇപ്പോൾ ഐസ് ഏജ് പോലെയുള്ള സിനിമകൾ, അത് ഒരു പാട്ടല്ല, അതിന് 7 പാട്ടുകളുണ്ട്, 7-8 പാർട്ടുണ്ട്. ആ 8 പാർട്ടുകൾ നമുക്ക് ഒറ്റയടിക്ക് ഒറ്റ ഫയലായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അതെന്ന് പറഞ്ഞാൽ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും ബറോസ് എന്നൊരു സിനിമയെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ പറയാം, അതിൻ്റെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്. ഇപ്പോൾ ഫ്ലോയെ പറ്റി പറയും. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്ന സിനിമ എടുത്തിരിക്കുന്ന രീതി, അതിലെ സീൻസ്, അതിൻ്റെ ക്വാളിറ്റി അല്ല, അതിൻ്റെ ഒരു കഥാഗതിയാണ്. അതിൻ്റെ ഒരു തുടക്കം മുതൽ, സിനിമയുടെ തുടക്കം മുതൽ ഒരു കാട്, ആ കാട്ടു പ്രദേശത്തെ ഒരു കാട്ടുപൂച്ച എന്ന് തന്നെ പറയാം. ഒരു നാട്ടിലെ പൂച്ചയല്ല, ഒരു ബ്ലാക്ക് കളറുള്ള ഒരു കാട്ടുപൂച്ച. അപ്പോൾ ആ കാട്ടുപൂച്ചയ്ക്ക് ഇങ്ങനെ ഇര തേടി നടക്കുകയാണ്. വളരെ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഒരു ലിവിങ് പ്രദേശത്ത് കൂടെ അതിങ്ങനെ നടക്കുകയാണ്. കാടാണ്, മൊത്തമായിട്ടുള്ളൊരു കാടാണ്. അപ്പോൾ ഈ കാട്ടിൽ ഒരു വെള്ളപ്പൊക്കം വരുവാണ്, ഘോരമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം. അതായത് മൊത്തത്തിൽ ആ കാടിൻ്റെ ഒരു ട്രീ മുഴുവനായിട്ട് എല്ലാ എന്താ പറയുക, മലകളും മരങ്ങളും എല്ലാ മലകളും, ഒരു വിധത്തിലുള്ള വലിയ മലകളും ഉയരമുള്ള സ്ഥലങ്ങളും അവിടെയുള്ള മരങ്ങൾ വരെ മൂടിപ്പോകുന്ന രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കം വരികയാണ്. ആ വെള്ളപ്പൊക്കത്ത് നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂച്ച നടത്തുന്നൊരു യാത്രയാണ്. അതിന് വെള്ളം പേടിയാണ്, പൂച്ചകൾക്ക് വെള്ളം പേടിയാണ്. പക്ഷേ അത് വെള്ളത്തിൽ ചാടാതെ അതിനൊരു ഒരു വഞ്ചി കിട്ടുന്നു. ആ വഞ്ചിയിൽ ഒരു ഡോഗ്, അതിലൊരു എന്താ പറയുക, ഒരു കൊക്കിനെ പോലുള്ളൊരു പക്ഷി, പിന്നെ ഒരു ബീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നടത്തുന്ന ഒരു സർവൈവലാണ് സിനിമ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു തിമിംഗലം വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറേ കൂടെ പട്ടികൾ വരുന്നുണ്ട്. ആ ഒരു പട്ടികളുടെ കൂട്ടം അവരുടെ എന്താ പറയുക, ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വള്ളത്തിലേക്ക്, ആ ഒരു വഞ്ചിയിലേക്ക് വന്ന് കയറുന്നുണ്ട്. ആ സമയത്ത് അതിലുണ്ടാകുന്ന ബാക്കിയുള്ള മൃഗങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി, അതൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിന് ഒന്നും ഇല്ലാതെ തന്നെ കാണുന്നുണ്ട്. അതാണ് എന്താ പറയുക, അതായിരിക്കണം ഒരു കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമ എന്ന് പറയുന്നത്. ഫ്ലോ എനിക്ക് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഭയങ്കര എന്താ പറയുക, നല്ലൊരു രസം, നല്ല ഇങ്ങനെ ഒരു സുന്ദര സിനിമ എന്നൊക്കെ പറയില്ലേ. അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തുടക്കം മുതലേ ആ പ്രശ്നങ്ങളൊക്കെയാണ്. എങ്ങനെ രക്ഷപ്പെടും, ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് അവരെങ്ങനെ എവിടെ പോയി രക്ഷപ്പെടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും, അയ്യോ അവിടേക്ക് പോയാൽ മതിയായിരുന്നല്ലോ, അതിന് എന്തിനാണ് അത് ആ ഒരു വള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്, അല്ലെങ്കിൽ എന്തിനാണ് അതിനെ ഓടിച്ച് വിട്ടത് എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിലൊരൊറ്റ ഡയലോഗ് പോലും ഇല്ല. ആ മൃഗങ്ങളുടെ സൗണ്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ഡയലോഗ് പോലും ഇല്ല. ചില അനിമേഷൻ ഫിലിംസൊക്കെ ഉണ്ടാവും,
മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും കൊറിയനിലൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഇത് അതുപോലും ഇല്ല. ഫുള്ളി സൈലൻറ്റ്. ആ ഒരു കാട്ടിൽ നമ്മളിങ്ങനെ ആ ഒരു പൂച്ചയ്ക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ മൃഗങ്ങളും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഫ്ലോ എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ബറോസ് കണ്ട് വിഷമത്തിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിനേക്കാളും ഫ്ലോനേക്കാളും എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ള വേറെയും പടങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ കണ്ട ഒരു സമയത്ത് ഈ ബറോസ് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്ലോ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ബറോസിനെ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രം പറയുന്നത്. അപ്പോൾ ബറോസ് പോലുള്ള പടങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫ്ലോ പോലുള്ള ഹൈ ക്വാളിറ്റി അല്ലെങ്കിലും കഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ സീൻസുകളിൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവട്ടെ. അത് നിങ്ങൾ മുമ്പിലേക്ക് എത്താൻ ഞാനൊരു കാരണമാവട്ടെ. ഇനിയൊരു വീഡിയോയിൽ വരാം. See you.